ചെകുത്താനും കടലിനും നടുക്കുപെടുക എന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ഈ പഴഞ്ചൊല്ല് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് നമ്മുടെ പാകിസ്ഥാനിലെ ഫെയിൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ കാര്യം. അദ്ദേഹത്തെ ഈ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിട്ടതാകട്ടെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനോട് വലിയ സൗഹൃദം സ്ഥാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. എന്തായാലും അസിം മുനീർ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈകാലിട്ട് അടിക്കുകയാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. വിഷയം മറ്റൊന്നുമല്ല, ഗാസയിലേക്ക് ഹമാസിനെ നേരിടാൻ വേണ്ടി, ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടിയിട്ട് പാക് സൈന്യത്തെ അയക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അസിം മുനീറിന് ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപിനെ പിണക്കാൻ സാധിക്കില്ല. ട്രംപ് പറയുന്നത് എന്തും അനുസരിച്ചേ മതിയാവുള്ളൂ. കാരണം ട്രംപാണ് ഇന്ന് പാകിസ്ഥാനെ പോറ്റുന്നത്, നിലനിർത്തുന്നത്. ട്രംപിന്റെ സഹായമില്ലാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അസിം മുനീറിന് അറിയാം. ഫീൽഡ് മാർഷൽ പദവിയൊക്കെ അദ്ദേഹത്തിന് പാക് സർക്കാർ സമ്മാനിച്ചെങ്കിലും പാക് സർക്കാരിന്റെ പോലും നിയന്ത്രണം അവിടെ സൈനിക മേധാവിയായിരിക്കുന്ന ഫീൽഡ് മാർഷൽ എന്ന ആ ഔദ്യോഗിക പദവി ഇപ്പോൾ കിട്ടിയ അസിം മുനീറാണ് അവിടെ സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപുമായിട്ട് എല്ലാ തരത്തിലുള്ള വിലപേശലും നടത്തി വരുന്നത് അസിം മുനീറാണ്. പാകിസ്ഥാൻ ആവശ്യമുള്ള വായ്പകൾ, ആയുധങ്ങൾ, അർത്ഥം ഒക്കെ ട്രംപിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത് അസിം മുനീറാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന ആവശ്യങ്ങളോട് മുഖം തിരിക്കാൻ അസിം മുനീറിന് കഴിയുകയുമില്ല. ട്രംപ് എന്താവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഗതികേടിലാണ്, അത് ചെയ്തു കൊടുക്കേണ്ട ഗതികേടിലാണ് അസിം മുനീറും പാകിസ്ഥാനിൽ വന്നുപെട്ടിരിക്കുന്നത്. ഒരു തരത്തിലും അമേരിക്കയെ പിണക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ട്രംപിന് അപ്രിയമായ, ട്രംപിനൊരു ചെറിയ നീരസം പോലും തോന്നാൻ പാടില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇപ്പുറത്താകട്ടെ ഈ ഹമാസിനെ നേരിടാൻ പാക് സൈന്യത്തെ അയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അസിം മുനീർ ഭയപ്പെടുന്നു. കാരണം പാക് ജനത അത്രയേറെ പ്രകോപിതരാകും എന്ന് അസിം മുനീറിന് അറിയാം. നമുക്കറിയാം, ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ കാശ്മീർ വിമോചന ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ, കാശ്മീരിന്റെ ആസാദി എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതിൽ പങ്കെടുക്കാനായിട്ട് ഹമാസിന്റെ ആൾക്കാർ വന്നിരുന്നത് നമുക്കറിയാം. അത് ആദ്യമായിട്ടാണ് ഹമാസിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ ഇത്തരത്തിൽ ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും പാക് ഇന്റലിജൻസ്, അതായത് പാക് ചാര പ്രവൃത്തി ചെയ്യുന്ന അവരുടെ ചാര സംഘടനയും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഹമാസ് പ്രതിനിധികൾ വന്നതും പങ്കെടുത്തതും. അപ്പോൾ അങ്ങനെയുള്ള ആ ഹമാസിനെ ഒതുക്കാൻ വേണ്ടി അമേരിക്കയ്ക്കും ജൂതന്മാർക്കും വേണ്ടി ഹമാസിനെ നിരായുധീകരിക്കാൻ പാക് സൈന്യത്തെ അയക്കുക എന്ന് പറഞ്ഞാൽ അത് തീക്കൊള്ളിയെടുത്ത് തല ചൊറിയുന്നതിന് തുല്യമാണ് എന്ന് അസിം മുനീറിന് അറിയാം. ഇവിടെ പാക് ജനത വെറുതെ പ്രകോപിതരാകുകയല്ല, അവർ അസിം മുനീറിനെ പച്ചയ്ക്ക് കൊളുത്തും കത്തിച്ചു കളയും എന്ന് അസിം മുനീറിന് അറിയാം. ഒരു വശത്ത് ട്രംപ്, മറുവശത്ത് പാക് ജനത. ഇത് രണ്ടിനും ഇടയ്ക്ക് അസിം മുനീർ ഞെങ്ങി വിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ്. എങ്ങനെ കടൽ നീന്തി കയറും, എങ്ങനെ ചെകുത്താനെ പറഞ്ഞു മനസ്സിലാക്കി തന്റെ ഭാഗത്ത് നിർത്തും എന്നറിയാതെ അസിം മുനീർ വലിയ പ്രതിസന്ധിയിലാണ്. ഇനി ഈ അസിം മുനീർ വൈകാതെ അമേരിക്കയിലേക്ക് പോവുകയും ട്രംപിനെ സന്ദർശിക്കുകയും ചെയ്യും എന്ന് റോയിട്ടേഴ്സ് പോലെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ നടക്കുന്ന അസിം മുനീർ ട്രംപ് മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. എന്തിനാണ് അസിം മുനീർ പോകുന്നതെന്ന് നമുക്കറിയാം. ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അസിം മുനീർ ട്രംപിനെ കാണുന്നത് എന്ന് നമുക്കറിയാം. ട്രംപ് വാശി പിടിച്ചാൽ, ട്രംപ് നിലപാടിൽ അയവ് വരുത്താതെ ഉറച്ചു നിന്നാൽ അസിം മുനീറിന്റെ കാര്യം സ്വാഹ. പിന്നെ മുനീർ തിരിച്ചു പാകിസ്ഥാനിലേക്ക് വരണമെന്നില്ല.
മറ്റെവിടെയെങ്കിലും പോയി സ്വന്തം തടി രക്ഷിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഹമാസിനെ നിരായുധീകരിക്കാൻ, ഹമാസിനെ ഒതുക്കാൻ പാക് സൈന്യത്തെ അയച്ചാൽ അത് പാകിസ്ഥാനിൽ രൂക്ഷമായ ആഭ്യന്തര കലാപം സൃഷ്ടിക്കും എന്ന് തീർച്ചയാണ്. പാക് ജനത അത്യന്തം പ്രകോപിതരായി ഈ സൈന്യത്തിനെതിരെ, അസിം മുനീറിനെതിരെ അവിടെ കലാപം ആരംഭിക്കും എന്നുള്ള കാര്യവും ചാര സംഘടനകൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടിയിട്ട് പാക് സൈന്യത്തെ അയക്കുന്നത് ഏത് വിധേനയും ഒഴിവാക്കാൻ അസിം മുനീർ ശ്രമിക്കും. അതിനാണ് ട്രംപിനെ കാണുന്നതെന്നും വ്യക്തമാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ നിസ്സാരമായ ഒരു പ്രശ്നമല്ല ഇന്ന് പാക് സൈനിക മേധാവി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിച്ചിട്ടിറക്കാനും മതിലിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ ഭയാനകമായ, അതിനേക്കാൾ രൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അസിം മുനീർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, റെസിസ്റ്റൻസ് ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ പാക് സൈന്യം തന്നെ പോറ്റി വളർത്തിയ, പരിശീലിപ്പിച്ച, ആയുധാഭ്യാസം നടത്തിച്ച സംഘടനകൾ ഒരു വശത്ത് ശക്തമായി നിലകൊള്ളുന്നു. അവർക്ക് ഹമാസ് പോലെയുള്ള, ഹൂതികൾ പോലെയുള്ള, ഈ ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകളുമായിട്ട് നാഭീനാള ബന്ധമുണ്ട്, പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. മറ്റാരെക്കാളും നന്നായി അസിം മുനീറിന് അതറിയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ട്രംപിന്റെ ആവശ്യം നിർവഹിച്ചാൽ അത് അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അത് മറ്റൊന്നുമല്ല, അസിം മുനീറിന്റെ കഥ അതോടെ കഴിയും എന്ന് വ്യക്തമാണ്. അതേസമയം ട്രംപിനെ നിഷേധിച്ചാൽ അമേരിക്കയിൽ നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും നിലയ്ക്കും. അമേരിക്ക ഇന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മറ്റ് ഒട്ടനവധി സഹായ സഹകരണങ്ങളുണ്ട്, അതെല്ലാം നിലയ്ക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകി സഹായിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. ഒരു വശത്ത് ഇന്ത്യയും മറുവശത്ത് അഫ്ഗാനും ഒക്കെ ചേർന്ന് വലിയ പ്രതിസന്ധി പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, നദീജലങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ് എന്ന് മറ്റാരും പറയാതെ തന്നെ അസിം മുനീറിന് അറിയാം. പാകിസ്ഥാനുള്ളിലാകട്ടെ ബലൂചിസ്ഥാനും പഷ്തൂൺഖ്വ, ഖൈബർ പഷ്തൂൺഖ്വ പ്രവിശ്യയും അതുപോലെ സിന്ധും ഒക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. പാക് ഒക്കുപൈഡ് കാശ്മീർ ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഈ വെല്ലുവിളികളെല്ലാം, ആഭ്യന്തര വെല്ലുവിളികളെ എല്ലാം നേരിടേണ്ട സാഹചര്യത്തിലൂടെ പാകിസ്ഥാൻ കടന്നു പോവുകയാണ്. അപ്പോഴാണ് കൂനുമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട അവസ്ഥ. ട്രംപിനും ഈ പറഞ്ഞ പാക് ജനതയ്ക്കും ഇടയിൽപ്പെട്ട് അസിം മുനീറിന്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കുന്നു, ഗുരുതരമായിരിക്കുന്നു. അസിം മുനീർ ഒന്നുകിൽ നാട് വിടേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടിലൊരാളെ ഉപേക്ഷിക്കേണ്ടി വരും. ഇത് തീർച്ചയാണ്, മറ്റു വഴികളൊന്നുമില്ല. ഒന്നുകിൽ ചെലുത്താൻ വിഴുങ്ങും, അല്ലെങ്കിൽ കടലിൽ മുങ്ങും. രണ്ടിലേതോ ഒന്ന് അസിം മുനീറിന് സംഭവിക്കാൻ പോകുന്നു എന്നാണ് പൊതുവെ ലോകത്തെങ്ങുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്.